എന്തേ അവർ ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? അഥവാ ഖുർആൻ ഓതിയാൽ പോരാ, ഖുർആൻ വായിച്ചാൽ പോരാ, ഖുർആൻ പഠിച്ചാൽ പോരാ, പിന്നെന്ത് വേണം? ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ എണ്ണം വളരെ കൂടുതലായി വരികയാണ് ഈ യുഗത്തിൽ. നല്ല കാര്യമാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്ന റസൂൽ ജീവിച്ചതുപോലെ റസൂലിന്റെ ജീവിത രീതിയെക്കുറിച്ച് പറയപ്പെട്ടു. അല്ലെങ്കിൽ ആയിഷ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. ആ ഖുർആൻ ഇറങ്ങിയ നാട്ടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ഖുർആൻ ഇറങ്ങിയ നാടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 114ഓളം സൂറത്തുകളിലൂടെ നമുക്കിറങ്ങിയതായ ഓരോ ആയത്തുകൾ പരിശോധിച്ചാൽ മക്കയിൽ ഇറങ്ങിയതായ ആയത്തുകൾ വേറെ, മദീന ഇറങ്ങിയതായ ആയത്തുകളെ വേറെ, അതിൻ്റെ ശൈലി വേറെ, അതിൻ്റെ സ്വഭാവം വേറെ, അതിൽ പഠിപ്പിക്കുന്ന അതിൻ്റെ അകത്തുള്ള തത്വങ്ങൾ വേറെ. ഇതെല്ലാം വെവ്വേറെയായി കാണുന്നതും നമുക്ക് പഠിപ്പിക്കുന്ന പാഠമാണ്. ഇതൊന്ന് ചെറിയ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രം ചെറുപ്രായമായിരുന്നു മക്കയിൽ നമ്മുടെ മതത്തിനെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബാല്യപ്രായം തികഞ്ഞത് മദീനയിലാണ്, നമ്മുടെ മതത്തിനെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനല്ലേ? മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ബാല്യപ്രായത്തിലേക്ക് എത്തിയിട്ടില്ല മതം. ആ ബാല്യപ്രായത്തിലെത്താത്തതായ കാലഘട്ടത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിങ്ങൾ ഇതുവരെ ധൈര്യസമേതം തവാഫ് ചെയ്തതായ ആ മസ്ജിദുൽ ഹറാമിൽ, ആ കഅബത്തിന്റെ പരിസരത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവരുടെ അനുചരന്മാരെയും ശിക്ഷിക്കപ്പെട്ടു, ദ്രോഹിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, അവഗണിക്കപ്പെട്ടു, ശകാരിക്കപ്പെട്ടു. എന്തെല്ലാം രൂപത്തിൽ അവരെ ആക്ഷേപിക്കുവാനും ശകാരിക്കുവാനും സാധിച്ചുവോ അതെല്ലാം മക്കക്കാർ ഉപയോഗിക്കാതിരുന്നിരുന്നില്ല. അതിൻ്റെ ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ മഹാശാപത്തിനും മഹാകോപത്തിനും അർഹപ്പെട്ടവരായ ആ മുളിച്ചെടിയന്മാരായ ആനത്തടിയന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് അവർ കൊണ്ടുവന്നതായ ദഅവത്തിന് വെലങ്കത്തടിയായി മാറിയത് കാരണത്താൽ അവർക്ക് വേണ്ടി തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തപ്പോൾ ഒട്ടകത്തിൻ്റെ ഉടൽമാല കൊണ്ടുവന്ന് മക്കക്കാർ എറിഞ്ഞതായ സംഭവം നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള സംഭവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ആ ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചത്. റബ്ബുമായി നടത്തുന്നതായ മുനാജാത്ത്, സ്വന്തമായി നടത്തുന്ന മുനാജാത്തിന് വരെ എതിർ നിൽക്കുന്നു. അതിനെ അള്ളാഹുമായി നടത്തുന്ന മുനാജാത്തിൽ, അള്ളാഹുമായി നടത്തുന്ന ആ ഭക്തിയോടുകൂടി നടത്തുന്ന നമസ്കാരത്തിൽ അതിന് വരെ കളങ്കം വരുത്താൻ വേണ്ടി പാടുപെടുന്നു. ആ സന്ദർഭത്തിൽ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു. ഓരോ പേരെ എടുത്ത് പ്രാർത്ഥിച്ചു. അബൂജഹലിനെ അലൈക ബി അബീ ജഹൽ, അലൈക ബി ഉഖബത്ത് ബിൻ അമീ ബുഐത്ത്, അലൈക ബി ഉത്ബ, അലൈക ബി ശൈബ, ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞു. റിപ്പോർട്ടകൻ പറയുന്നു, ആ റസൂലുള്ള പറഞ്ഞ പേരിന്റെ ഉടമകളെ മുഴുവനും ബദറിലുള്ളതായ ഖലീബ് ബദർ എന്ന പൊട്ടക്കിണറിൽ വലിച്ചെറിയപ്പെടുന്നതായിട്ട് ഞാൻ കാണുക തന്നെ ചെയ്തു. അതെ, അപ്പോൾ ചിന്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഞാനും നിങ്ങളും എന്ത് കാട്ടി എന്ന ഒരു ചോദ്യം ഓരോരുത്തരും, ഒരു ആത്മപരിശോധന ഓരോരുത്തരും നടത്തേണ്ടി വരുന്നു.